നമസ്കാരം പ്രിയരെ. സർഗസൃഷ്ടിയുടെ പ്രതിവാര പ്രോഗ്രാമായ എഴുത്തിൻ്റെ ഇണത്തിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2026 ഏപ്രിൽ 30 മേടം 17 വ്യാഴാഴ്ച. സർഗവാസനയ്ക്ക് എന്നും അംഗീകാരവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന സർഗസൃഷ്ടിക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. ഞാൻ സർഗസൃഷ്ടി അഡ്മിൻ പത്മ ആർ നായർ. ഇന്ന് എഴുത്തിൻ്റെ ഈണത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കേവർക്കും സുപരിചിതനും പ്രിയങ്കരനും കവിയും എഴുത്തുകാരനുമായ പ്രിയ കവി ശ്രീ ജയേഷ് കൈതക്കോടിൻ്റെ ശിലാഹൃദയം എന്ന കവിതയാണ്. മനുഷ്യൻ്റെ നീചവും നിന്ദ്യവുമായ പ്രവൃത്തി ദോഷങ്ങളാൽ മൗനമായി പ്രതികരിക്കുന്ന ഭൂമാതാവിൻ്റെ വേദനകളാണ് ഈ കവിതയിലൂടെ കവി പ്രതിപാദിച്ചിരിക്കുന്നത്. ഹൃദയസ്പർശിയായ ശിലാഹൃദയം എന്ന കവിത നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. കവിത ശിലാഹൃദയം. രചന ശ്രീ ജയേഷ് പിള്ള കൈതക്കോട്. ശിലാഹൃദയത്തിൽ പ്രകൃതി നിറം മങ്ങിയോ, മുറിവേൽക്കുന്നു ഏകാന്തതയിലീ ഭൂമി. അമ്മ മണമില്ല മരുഭൂമിയിലെ ചുടുകാറ്റിൽ, ചെടിവേരുകൾ മണലിൽ വീണുണങ്ങി വഴിയോരങ്ങൾ അനാഥമായി വിങ്ങുന്നു. ശ്മശാന മൂകതയിൽ മുളങ്കാടുകളുടെ പാട്ടുകൾ തിരുമുറിവിൽ വിങ്ങുന്ന അമ്മയുടെ നോവാണിത്. ഓർക്കൂ, നിനക്ക് കൂട്ടിനിനിയൊരു പൂക്കാലമില്ല. കണ്ണുനീർ നിറയുമ്പോൾ ആകാശച്ചുവട്ടിൽ നനയാൻ തിരിച്ചു കിട്ടുമോ അണയാത്ത ജീവകണങ്ങൾ? കാഴ്ചകൾ ജീവകണങ്ങൾ കൊഴിഞ്ഞ പാതിവഴിയിൽ, കാഴ്ചകൾ മങ്ങി അവശനാം ദേഹിയായി നിന്നെ ഓർക്കുമ്പോൾ താളിലൊരു വാക്കു കുറിക്കാം. തൊണ്ട നനച്ചു ദാഹം ശമിക്കാൻ തെളിനീർ കടം തരുമോ? ഭൂമിയിലെ ശ്രേഷ്ഠജന്മമായ മനുഷ്യൻ്റെ സ്വാർത്ഥമായ പ്രവൃത്തികളുടെ പരിണിത ഫലമായി സർവചരാചരങ്ങളും അനുഭവിച്ച് തീർക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് പ്രിയകവി. പച്ചപ്പും നീരുറവകളും പറ്റിയ ഭൂമി ഒരു മരുഭൂമിയായി മാറുകയാണ് എന്ന സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പൂക്കളും കിളികളും ഇല്ലാത്ത ഭൂമി ശ്മശാനമായി മാറിയിരിക്കുന്നു. കാറ്റും മഴയും മുളങ്കാടുകളുടെ സംഗീതവും ഇല്ലാത്ത ഈ ഭൂമിയിൽ ദേഹങ്ങൾ വെറും ദേഹിയായി മാറുന്നു. ജീവജാലങ്ങൾ ജീവൻ നിലനിർത്താനുള്ള ഒരു തുള്ളി ദാഹജലത്തിനായി പോലും കേഴേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് എന്ന് പ്രിയ കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സർഗസൃഷ്ടിക്ക് ഹൃദയസ്പർശിയായ ഈ കവിത സമ്മാനിച്ച പ്രിയ കവിക്ക് സർഗസൃഷ്ടിയുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ധാരാളം രചനകൾ ആ തൂലികയിൽ ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സർഗസൃഷ്ടിക്ക് തുടർന്നും നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടീം സർഗസൃഷ്ടി അഡ്മിൻ പത്മ ആർ നായർ.